അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ക്ലിപ്പ് ഇട്ടുകൊണ്ട് മദീനത്ത് മസ്ജിദുൻ നബവിയുടെ പരിസരത്തിലുള്ളതായ സംഭവ വികാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ നബിദിനത്തിന് തെളിവായി പറഞ്ഞതായി അയച്ച ക്ലിപ്പാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ നിജസ്ഥിതി പലപ്പോഴും ഞാൻ പറഞ്ഞതാണ്. കൊല്ലം പ്രതി റബീഉൽ മാസമാകുമ്പോൾ ഇങ്ങനെയുള്ള ക്ലിപ്പ് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടാത്തതായ, യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശം പഠിക്കാൻ ഭാഗ്യം കിട്ടാത്തതായ വിഭാഗം പ്രചരിപ്പിക്കാറുള്ളതാണ്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കളവ് പറഞ്ഞാൽ അത് പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യുഗമാണ്. കാരണം മദീന ലോകം കണ്ടുകൊണ്ടേയിരിക്കുന്നു. മദീനയിലുള്ള സർവ്വ ചലനങ്ങളും ലോകം വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാനാണെങ്കിൽ ഇവിടെ 52 കൊല്ലമായിട്ട് ജീവിക്കുന്ന ആളാണ് ഏകദേശം. ഞാനും കൊല്ലം പ്രതി റബീഉൽ മാസം കാണാറുള്ളതാണ്. ഇവിടെ വല്ലവരും ചെയ്യുന്നുണ്ടെങ്കിൽ മസ്ജിദ് നബവിയിൽ നിന്നിട്ട് വിട്ട് ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഇങ്ങനെയുള്ള ഖുറാഫാത്ത് കാട്ടുന്ന വിഭാഗം നാട്ടിൽ നിന്നിട്ട്, കേരളത്തിൽ നിന്നിട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നിട്ടോ അഫ്ഗാനിസ്ഥാനിൽ നിന്നിട്ടോ, ലോകത്തിൻ്റെ നാനാ തുറകളിലും ബഹുഭൂരിപക്ഷം അങ്ങനെയാണല്ലോ, ശിർക്ക് വിതരണ പദ്ധതിക്കാരും അല്ലെങ്കിൽ ബിദ്അത്ത് വിതരണ പദ്ധതിക്കാരൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള ജന്മദിനാഘോഷം എന്ന പേരിലുള്ളതായ അനാചാരം കാട്ടുന്ന വിഭാഗം വല്ലതും ചെയ്യും. ചെയ്യുമ്പോൾ അതിനെ ഫോട്ടോസ് എടുത്തിട്ട് അവർ ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യും. എന്നല്ലാതെ ഔദ്യോഗികമായിട്ട് ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കാറില്ല. അഥവാ വല്ലവരും ചെയ്യുന്നത് ഉത്തരവാദപ്പെട്ടവരോ പോലീസുകാരോ ഇവിടുത്തെ കാവൽഭടന്മാരോ കണ്ടാൽ ഉടനെ തന്നെ അതിനെ അറുതി വരുത്തുകയും അതിനെ എതിർക്കുകയും അതിനെ ദൂരപ്പെടുത്തുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. അതൊന്നുമല്ല നമുക്ക് തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ലോകത്തോട് വിടവാങ്ങുന്നതായ ഹജ്ജത്തുൽ വദാഇ എന്ന ഹജ്ജിൽ നമുക്ക് ഒഴിവാക്കി പോയതായ 2 സാധനമുണ്ട്. അതാണ് നമുക്ക് മാനദണ്ഡം. അത് ഖുർആനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തും, അള്ളാഹുവിൻ്റെ കലാമും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ 23 കൊല്ലത്തെ ജീവിതവും. അത് കഴിഞ്ഞാൽ അത് കണ്ട് പഠിച്ച് നമുക്ക് ലോകത്തിൽ ആ സകലം എത്തിച്ചു തരാൻ വേണ്ടി പരിശ്രമിച്ച പാടുപെട്ട സഹാബാക്കൾ, അതിനുശേഷം ജീവിച്ച താബിഈങ്ങൾ, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുകൾ, 1-2 നൂറ്റാണ്ടിൽ ജീവിച്ചതായ സലഫു സാലിഹീങ്ങൾ, ഇവരൊക്കെ ചെയ്തോ ഇല്ലേ എന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. അത് നമ്മുടെ നാട്ടിലുള്ളതായ ഇത് കാട്ടുന്ന വിഭാഗം തന്നെ, അത് മംഗലാപുരത്താവട്ടെ കേരളത്തിലാവട്ടെ ലോകത്തെവിടെയാവട്ടെ, ഇത് കാട്ടുന്നതായ വിഭാഗം തന്നെ അംഗീകരിക്കുന്നതാണ്. 1, 2, 3 നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ല. ഖുർആനിലില്ല, സുന്നത്തിലില്ല, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഉണ്ടായിട്ടില്ല. 6-ാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിൽ കുറേ വർഷങ്ങൾക്ക് റസൂൽ വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെയുള്ളതായ സംഭവ വികാസങ്ങൾ അഥവാ മൗലൂദ് എന്ന പേരിലുള്ളതായ അനാചാരങ്ങളൊക്കെ ഉണ്ടായത് എന്നതാണ് എല്ലാവരും അംഗീകരിക്കുന്നതും എല്ലാവരും സമ്മതിക്കുന്നതും. പ്രത്യേകിച്ച് ഇത് ചെയ്യുന്നവർ തന്നെ പിൻകാലഘട്ടത്തിൽ ഉണ്ടായതാണ് എന്നതാണ് അവർ സ്ഥിരീകരിച്ച് പോയത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഖുർആനിലില്ലാത്ത, സുന്നത്തിലില്ലാത്ത, സലഫ് സാലിഹ്യങ്ങൾ ചെയ്യാത്ത, 3 നൂറ്റാണ്ടിലില്ലാത്ത കാര്യം അത് ഇസ്ലാമായി അംഗീകരിക്കാൻ, നമുക്ക് ഇസ്ലാമിൻ്റെ ചടങ്ങായി അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. നമുക്ക് സിദ്ധിച്ച ലാഭം മതി. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടുന്ന കൂട്ടത്തിൽ പെടാൻ പാടില്ല. അവരാട്ടുന്നവരാണ് ആര്? അള്ളാഹു റസൂലിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായിട്ട് ജന്മദിനാഘോഷങ്ങളും മരണദിനാഘോഷങ്ങളും ഖുറാഫാത്തുകളും അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കലും അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കലും ഷിർക്ക് ചെയ്യലും ഇങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ ചെയ്യുന്നവർ അള്ളാഹു റസൂലിൻ്റെ കഠിന ശത്രുക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ വെച്ചിട്ട് ആട്ടുന്നവരാണ് എന്നാണ് സഹീഹ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള അപകടത്തിൽ പെടാതിരിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി